സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. വണ്ടൂരിൽ മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ. പച്ചക്കൊടിയുമായി LDF വണ്ടൂരിൽ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിക്കിടെ ലീഗ് കൊടി വീശിയത് MSF KCU കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. ഇതോടെയാണ് ലീഗിന് പിന്തുണയുമായി LDF എത്തിയത്. പച്ചക്കൊടി നാട്ടിലെങ്ങും കാണരുതെന്ന RSSന് കീഴ്പ്പെട്ട് കോൺഗ്രസിന്റെ വിദൂരത്തിനു വണ്ടൂരിന്റെ മണ്ണിൽ ആത്മാഭിമാനം പണയം വെച്ച മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അല്പസമയങ്ങൾക്കകം പച്ചക്കൊടി ഉയർത്തിക്കെട്ടുകയാണ്. മണിയോടെയാണ് LDF പ്രവർത്തകർ കൊടിയുമായി എത്തിയത്. RSS പറഞ്ഞിട്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പതാക ഒഴിവാക്കുന്നതെന്നാണ് LDF ആരോപിക്കുന്നത്.
തുടർന്ന് കൊടിയുമായി പ്രവർത്തകർ അങ്ങാടിയിൽ നൃത്തം വെച്ചു. CPM ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖ്, ലോക്കൽ സെക്രട്ടറി C. ജയപ്രകാശ്, അഡ്വക്കേറ്റ് അനി നിലവിൽ, V. അർജുനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരിത്രത്തിലെ സവിശേഷമായ ഒരു സമരത്തിന് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന്. വണ്ടൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കറുത്ത ദിനം കടന്നുപോയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി വീശിയാൽ അവരെ മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ വണ്ടൂരിന്റെ രാഷ്ട്രീയം തരം താഴ്ന്നു എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ ഇടതുപക്ഷത്തിനാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആർക്കും അവനവന്റെ ആദർശം വിശ്വസിക്കാനും അത് നിലനിർത്താനും അത് ആവിഷ്കരിക്കാനും ഉള്ള സൗകര്യം കിട്ടുമ്പോഴാണ് ജനാധിപത്യം അതിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് എത്തുന്നത്. പക്ഷേ വണ്ടൂരിന്റെ ചരിത്രത്തിൽ ഇന്നോളം നാം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവത്തിന് ഇന്നലെ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയോട്, അതും മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കണ്ടാൽ അവരെ മർദ്ദിച്ചൊതുക്കും എന്ന് സ്വന്തം സഹപ്രവർത്തകരായ കോൺഗ്രസുകാർ ഈ വണ്ടൂരിന്റെ പട്ടണത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഇത്തരമൊരു ഗതികേട് വന്നത് എന്തുകൊണ്ട് എന്ന് ലീഗ് ആലോചിക്കണം. മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ലീഗിനെ ന്യായീകരിക്കാനോ അല്ല ഞങ്ങൾ ഇത്തരമൊരു പരിപാടിയിലേക്ക് പോകുന്നത്. മറിച്ച് ഇത് അപകടകരമായ ഒരു സന്ദേശമാണ് കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് മുസ്ലിം ലീഗിനും ലീഗും അതേപോലെ നാഷണൽ ലീഗും ഒക്കെ പിടിക്കുന്ന പച്ചക്കൊടിക്കുള്ള അയോഗ്യത? ആ അയോഗ്യത RSS കൽപ്പിച്ചു നൽകിയതാണ്. ഇന്ത്യയിൽ RSS പ്രഖ്യാപിക്കുന്നു മുസ്ലിം ലീഗും പച്ചക്കൊടി പിടിക്കുന്നവരുമൊക്കെ രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണ്. അവർ പാകിസ്ഥാനികളും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ഭീകരവാദികളാണ്, അവർ നിരോധിക്കപ്പെടേണ്ടവരാണ് എന്ന് RSSന്റെ സന്ദേശമുണ്ട്. RSSന്റെ പ്രഖ്യാപിത നയമുണ്ട്. ആ RSSന്റെ നയം വണ്ടൂരങ്ങാടിയിൽ കോൺഗ്രസ് നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അപകടകരമായ ഒരു വസ്തുത. ആ അപകടത്തിലേക്ക് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ നമ്മുടെ നാടിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ഇടതുപക്ഷം അനുവദിക്കില്ല. കൊടിയുടെ നിറമേത് എന്നുള്ളതല്ല. നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവനവന്റെ വിശ്വാസ പ്രമാണങ്ങൾ വെച്ചു പുലർത്താനും അത് ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനാവുക. പക്ഷെ ഇവിടെ RSSനെ ഭയന്നുകൊണ്ട് RSS കണ്ണുരുട്ടുമ്പോൾ സ്വന്തം പതാക നാലാക്കി മടക്കി അരയിൽ തിരുകുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലീഗ് ഓർക്കണം, നിങ്ങൾ ഈ നാട്ടിൽ ഇവരുടെ അടിമപ്പണി എടുക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഈ അവസ്ഥയിൽ നിങ്ങൾ ഇനിയും തുടരണമോ? നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമില്ലേ? നിങ്ങളുടെ കൊടി പിടിക്കണമെങ്കിൽ, നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് RSS പറയുന്നതിനനുസരിച്ച്, RSSന്റെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് തുള്ളുമ്പോൾ കോൺഗ്രസിന്റെ അടിമപ്പണി എടുക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എന്തൊരു നാണക്കേടാണിത്! മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയായാലും കോൺഗ്രസിന്റെ ത്രിവർണ പതാകയായാലും ആ പതാകക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ദശലക്ഷക്കണക്കിന് വരുന്ന രാജ്യസ്നേഹികളായ മനുഷ്യർ അവർ ജീവനും ജീവിതവും ഹോമിച്ചുകൊണ്ട് നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ മുമ്പിൽ പിടിച്ച പതാകയാണ് മൂവർണ്ണക്കൊടി. മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാർ പിടിച്ച കൊടി. ആ കൊടി RSS കണ്ണുരുട്ടിയപ്പോൾ കോൺഗ്രസ് മാറ്റിവെച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാവിന് ഒരു MP ആകണമെങ്കിൽ, ഒരു പാർലമെന്റ് മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ കൊടിയും തങ്ങളുടെ ആദർശവും ഉപേക്ഷിച്ച് RSSന്റെ പിന്നാലെ വാലാട്ടി നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് പോയി കഴിഞ്ഞിരിക്കുന്നു. ഖായിദെ മില്ലത്തും അതേപോലെ ബനാത്വാലയും ഇസ്മായിൽ സാഹിബ് CH മുഹമ്മദ് കോയ മഹാനായ
മഹാനായ സുലൈമാൻ സേട്ട് സാഹിബ് ഉൾപ്പെടെയുള്ള ഉജ്ജ്വലരായ നേതാക്കന്മാർ പിടിച്ച പച്ചക്കൊടിക്ക് ഈ മണ്ണിൽ വിലക്കേർപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവർക്ക് ആ സംരക്ഷണം കൊടുക്കാൻ ഇടതുപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. നിങ്ങൾ ഓർക്കണം, സ്വന്തം പതാക പിടിച്ചതിന്റെ പേരിൽ സഹപ്രവർത്തകരുടെ മർദ്ദനമേൽക്കേണ്ടി വന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ലീഗിന്റെ അണികൾ ആലോചിക്കണം, ഈ അവഗണന, ഈ അടിമത്വം പേറി നിങ്ങൾ എത്ര കാലം കോൺഗ്രസിന്റെ പിന്നിൽ വാലും ചുരുട്ടി നടക്കും? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ആലോചിക്കണം. ഇപ്പൊ UDF-ന്റെ ജാഥ കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് ഇന്ന് നബിദിനുണ്ടായിരുന്നു. നബിദിന ഘോഷയാത്രയ്ക്ക് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ബലൂണും പിപ്പിയും റിബണും വെച്ചുകൊണ്ട് നബിദിന ഘോഷയാത്ര നടക്കുന്നത് പോലെയാണ് UDF ഇപ്പൊ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കൊടി നിവർത്താൻ അവർക്ക് അവകാശമില്ല. കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ആരാണ്? കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് RSS ആണ്. RSS പറയുന്നതിനനുസരിച്ച് RSS-ന്റെ അടുക്കളവാതിൽക്കൽ ഓച്ചാനിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസും മുസ്ലിം ലീഗും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ അപകടകരമായ ഒരു സന്ദേശം ഉയർത്തിവിടുകയാണ്. ആ സന്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹികളുമാണ് എന്ന RSS-ന്റെ പ്രഖ്യാപിതമായ നയമുണ്ട്. ആ RSS-ന്റെ നിലപാടിനെ സാധൂകരിക്കുകയാണ് കോൺഗ്രസ് ഇന്ന് കേരളത്തിലാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബഹിർസ്ഫുരണമാണ് ഇന്നലെ വണ്ടൂർ പട്ടണത്തിൽ നമ്മൾ ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, മുസ്ലിം ലീഗിലും കോൺഗ്രസിലുമുള്ള മതനിരപേക്ഷാവാദികൾ, ആ പ്രസ്ഥാനത്തിനകത്തുള്ള സത്യസന്ധരും ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാർ ആലോചിക്കണം, ഈ അടിമപ്പണി ഇനിയും തുടരണമോ എന്ന്. അടിമകളെ പോലെ തങ്ങളുടെ കൊടിമടക്കി ഇവർ പറയുന്നിടത്ത് സാഷ്ടാംഗം പ്രണമിക്കണമോ എന്ന് ആ പ്രസ്ഥാനങ്ങളിലുള്ള സാധാരണ പ്രവർത്തകർ ആലോചിക്കണം. അതിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സം മാറ്റുന്നതിന് വേണ്ടി വണ്ടൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് ഇവിടെ എല്ലാ പതാകയും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുകയാണ്. ആരുണ്ട് തടുക്കാൻ, ആരുണ്ട് തകർക്കാൻ എന്ന് ഞങ്ങൾക്ക് കാണണം. RSS അല്ല, RSS-ന്റെ തലതൊട്ടപ്പന്മാർ വന്നാലും ഇടതുപക്ഷത്തിന്റെ പതാക വണ്ടൂരിന്റെ പട്ടണത്തിലും വയനാട് മണ്ഡലത്തിലും കേരളത്തിലും ഉയരത്തിൽ പറപ്പിക്കാൻ ഞങ്ങൾ ആരെയും പേടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഇതാ ഇവിടെ കൊടിയുയർത്തുകയാണ്. ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ സഖാക്കൾക്കും എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.